നമ്മളിന്ന് ഫോട്ടോഷോപ്പ് ഫിൽറ്ററിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാം ഭാഗത്തിൽ നമ്മളിന്ന് പറയുന്നത് ഇമേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാകും, ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഇമേജസ് കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇമേജിൽ കാണാം വളഞ്ഞ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ വളഞ്ഞ ഡോറ്. ഈ ഇമേജ് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഈ ഇമേജ് കൃത്യമായിട്ട് എനിക്ക് ആരുടേതാണെന്ന് അറിയില്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇമേജാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ശ്രദ്ധിച്ച് കാണാം. വളഞ്ഞു കിടക്കുന്ന ബിൽഡിങ്, ഇങ്ങനെയൊക്കെ വളഞ്ഞു കിടക്കുന്ന ബിൽഡിങ് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ആരെങ്കിലും ഫാൻറ്റസി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. എന്നാൽ ഈ ബിൽഡിങ് ഒറിജിനൽ ശരിക്കും ഇത് വളഞ്ഞിട്ടല്ല. അതേപോലെ തന്നെ താഴെ കാണുന്ന ഇവിടെയും കാണാം ഒരു വളവ്. ഇതെല്ലാം ശരിക്കും സ്ട്രെയിറ്റ് ലൈനുകളാണ്. ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് അത് സ്ട്രെയിറ്റായി വരുന്നുണ്ടെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഇതെല്ലാം വളഞ്ഞ വരകളാണ്. ഈ വളവ് ഉണ്ടാക്കുന്നത് നമ്മുടെ ലെൻസിൻ്റെ, നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ പവറാണ്. പവറല്ല, അതൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇത്രയും ഏരിയ നമ്മുടെ ക്യാമറയുടെ ഉള്ളിൽ, ഇത്രയും ചെറിയ ഇമേജിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാനും വേണ്ടി എന്ത് ചെയ്യും, ക്യാമറ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അതിനെ ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ഇമേജസ് ഫിറ്റ് ചെയ്യിപ്പിക്കും. ഇതിന് ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന് പറയും. വൈഡ് ആംഗിൾ ലെൻസ് എന്ന് വേണമെങ്കിലും പറയാം, വൈഡ് ആംഗിൾ ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന് വേണമെങ്കിലും പറയാം, ലെൻസ് ഡിസ്റ്റോർഷൻ എന്നും പറയും. പിന്നെ വൈഡ് ഡിസ്റ്റോർഷൻസ്, അങ്ങനെ എന്തായാലും ലെൻസ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു വളവിനെയാണ്. ഇത് നമ്മുടെ കണ്ണും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വളച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ ഒരു സൈഡിൽ നോക്കിയാൽ നമ്മൾ റൂമിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കണ്ണും ഇതേ വളവ് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഈ വളഞ്ഞു കിടക്കുന്നതിനെ സ്ട്രെയിറ്റ്, നമുക്ക് ഈ സൈഡിലിരിക്കുന്ന സാധനം സ്ട്രെയിറ്റ് ആണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായി സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ കാണുകയാണ്. ശരിക്കും നമ്മുടെ കണ്ണും ഇതേ വൈഡ് ആംഗിൾനെസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്സ് പഠിച്ചവർക്കറിയാം, ലെൻസിൻ്റെ ഷേപ്പ് കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റുകൾ വേണ്ട, നമ്മൾ ഒരുപാട് ഫിസിക്സിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ്ട. വളഞ്ഞ ലെൻസിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് വളഞ്ഞിട്ടുള്ള ഷേപ്പുകളായിരിക്കും. അത് നമ്മുടെ മൈൻഡ് സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ക്യാമറക്ക് അത് സ്ട്രെയിറ്റ് ആക്കാൻ സ്വന്തമായിട്ട് മൈൻഡില്ല. എന്നാൽ ഫോട്ടോഷോപ്പിനൊരു മൈൻഡ് ഉണ്ട്, നിങ്ങൾക്കറിയുമായിരിക്കും. സെൻസൈ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് സെൻസൈ ഉണ്ട്. ഫോട്ടോഷോപ്പ് വേണമെങ്കിൽ ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആക്കി തരും. ഓട്ടോ ബ്ലെൻഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സ്ട്രെയിറ്റ് ആക്കുന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് അതല്ല നോക്കുന്നത്, ഇത് നമ്മൾ മാനുവലായിട്ട് എങ്ങനെ സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഫിൽറ്ററിൻ്റെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ പാർട്ടായിട്ട് പറയാൻ പോകുന്നത് അഡാപ്റ്റീവ് വൈഡ് ആംഗിളാണ്. പണ്ട് ഇത് ലെൻസ് കറക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ലാത്തൊരു ഓപ്ഷനാണ്. ഇതിൽ നിന്ന് വെച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിക്കാം. എന്നാൽ ഇത് വളരെ ലിമിറ്റഡ് ആണ്. എനിക്കിത് കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഗ്രിഡുകൾ വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യേണ്ട പുതിയ ഓപ്ഷനായിട്ടുള്ള ഫിൽറ്ററിലെ അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സെൻസൈ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലെൻസ് ഡിസ്റ്റോർഷൻസ് കറക്റ്റാക്കി തരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് മിക്കവാറും അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ ലെൻസാണ്. അപ്പോൾ നമ്മൾ അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ ലെൻസിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റേ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിൽറ്ററിലെ അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ ലെൻസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ ലെൻസിൽ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് പുതിയ വിൻഡോ ഓപ്പൺ ആയി വരുന്നു. നമ്മുടെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ അധികം ഓപ്ഷൻസും ഇതുപോലെ സെപ്പറേറ്റ് വിൻഡോ ആയിട്ടായിരിക്കും തന്നെ ഉണ്ടാകുക. അതിൽ അഡാപ്റ്റീവ് വൈഡ് ആംഗിളിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കുറച്ച് ടൂൾസ് ഉണ്ട്. ഇത്ര ടൂൾസ് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. താഴെ നമ്മളെ മൗസ് നിൽക്കുന്ന ഏരിയയുടെ കുറച്ച് സൂംഡ് വേർഷൻ, സൂം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ സൂം ചെയ്തിട്ടില്ലാത്തൊരു വേർഷൻ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാനും വേണ്ടി മാത്രമുള്ളൊരു ചെറിയൊരു ബോക്സ് പ്രിവ്യൂ വിൻഡോ ആയിട്ട് അവിടെ ഉണ്ട്. ഇതിലെ ആദ്യം നമുക്ക് ഈ ലെൻസ് ഡിസ്റ്റോർഷൻ നമ്മൾ ഇതിലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നു. സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് സൂം ഇന്നും സൂം ഔട്ടുമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അത് നമ്മൾ വീണ്ടും 100% തന്നെ സെറ്റ് ചെയ്യുന്നു, മാറ്റൊന്നും വേണ്ട. ഇനി ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇമേജിന് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വൈഡ് ആംഗിളിന് എവിടെ എന്ന് അത് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്.
അപ്പോൾ നമുക്കതും വേണ്ട. കൺട്രോൾ സെറ്റ് അതിൻ്റെ ഒറിജിനൽ എത്ര ആയിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമുക്ക് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് 65.8 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ ഈ വൈഡ് ആംഗിളിൽ നമ്മൾ അതും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ക്രോപ്പ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എത്രത്തോളം ക്രോപ്പ് ചെയ്യാം, ക്രോപ്പ് ചെയ്യണ്ട എന്നുള്ളതാണ്. അതും നമുക്കിപ്പോൾ തൽക്കാലം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളതും ഡീഫോൾട്ടിലേക്ക് വെക്കുന്നു. ഇത് 65 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 65ലേക്ക് വെക്കാം. എന്നാൽ നമ്മൾ ഇവിടെ ഈ പ്രോപ്പർട്ടി ഏരിയാസ് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യും നമ്മൾ. ഫിഷ് ഐ ആണോ പെർസ്പെക്റ്റീവ് ആണോ എന്നുള്ള രീതിയിലുള്ള എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇമേജിൻ്റെ ലുക്ക് നോക്കുക. ഇതിന് നമ്മൾ ഫിഷ് ഐ ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന് പറയും. നമ്മളിങ്ങനെ വളഞ്ഞ് വരുന്നതിന് ഫിഷ് ഐ. പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ പെർസ്പെക്റ്റീവിൽ നമ്മുടെ ഇമേജിന് അധികവും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. വളഞ്ഞിട്ടുണ്ടാവും, എന്നാൽ ചെരിഞ്ഞ് നിൽക്കുന്ന കെട്ടിടങ്ങളായിരിക്കും. ആ ഇമേജ് എനിക്ക് തപ്പിയിട്ട് കിട്ടിയാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടുന്നതാണ്. അപ്പോൾ ചെരിഞ്ഞ് നിൽക്കുന്ന ഇമേജസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തപ്പി നോക്കാം. ഓക്കെ, ഇതാണ് ചെരിഞ്ഞ് നിൽക്കുന്ന പേഴ്സ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ. ഇതിൽ നമുക്ക് ബെൻഡ് കാണാൻ പറ്റുന്നില്ല. നമ്മൾ എന്നാൽ ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഇമേജ് ചെരിഞ്ഞിട്ടുണ്ട്. ഇതിന് പേഴ്സ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ, ഇത് ഫിഷ് ഐ ഡിസ്റ്റോർഷൻ. ബാക്കി ഡിസ്റ്റോർഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് അതിലെ ഫിഷ് ഐയും പേഴ്സ്പെക്റ്റീവ് മാത്രം. ഓട്ടോ എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തീരുമാനിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഫിഷ് ആയിട്ടുള്ളത്. ഫുൾ സ്ഫിരിക്കൽ എന്ന് പറയുന്നത് ഫിഷ് ഐയുടെ ഒരു എക്സ്ട്രീം വേർഷനാണ്. അതായത് നമുക്ക് 360 ക്യാമറാസ് ഉണ്ടാവും. നമ്മൾ എല്ലാ ആംഗിളും കാണാൻ പറ്റുന്ന ക്യാമറാസ്. അതിൽ നമുക്ക് സ്ഫിരിക്കൽ കിട്ടും. ഇത് സ്ഫിരിക്കൽ അല്ലാത്തത് കൊണ്ട് അതങ്ങനെ തരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫിഷ് ഐ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ സ്ട്രെയിറ്റ് ലൈനുകൾ എവിടെയെന്ന് കാണിച്ചു കൊടുക്കണം. അതിനുള്ള ടൂൾസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി ടൂൾസ് ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾക്കറിയാം. മൂവ് ടൂളും അറിയാം. അതിൻ്റെ മുകളിലുള്ള ഫസ്റ്റ് ടൂൾ ഇത് മാത്രമേ അധിക സമയത്ത് ഞാൻ യൂസ് ചെയ്യേണ്ടി വരാറുള്ളൂ. ആ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈന് കാണിച്ചു കൊടുക്കും. നമ്മൾ ആദ്യത്തെ ലൈൻ കാണിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ ലൈനിൻ്റെ മുകളിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാനിങ്ങനെ വരച്ചിട്ട് ആ ലൈൻ്റെ മറ്റൊരറ്റം ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇമേജ് ചെറുതായിട്ടൊന്ന് നീങ്ങി. അപ്പോൾ ഒരു ലൈന് വരികയും ചെയ്തു. ഇനി ഞാൻ ആ ലൈനിൻ്റെ സെൻറ്ററിലുള്ള പോയിൻ്റ് പിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആ കർവിനെസ് കറക്റ്റായിട്ടൊന്ന് വിട്ട് കഴിഞ്ഞാൽ ആ ലൈൻ എന്തായിട്ടുണ്ട്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ ഒന്നും അഡ്ജസ്റ്റ് ആയിട്ടില്ലെങ്കിലും ആ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ. ആ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയപ്പോൾ ഇവിടെയും കറക്റ്റ് ചെയ്തു. ഇതിലും കുറച്ച് ബെൻഡ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായി ഏകദേശം അത് കണ്ടുപിടിച്ച് തരും. നമുക്ക് ഫോട്ടോഷോപ്പ് ആദ്യത്തെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിന് മനസ്സിലായി ഇതാണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത്, ഇതാണ് അതിൻ്റെ ബെൻഡ് അളവ് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം ഇനി ഓരോ സ്ട്രെയിറ്റ് ലൈനിലും ഇങ്ങനെ വരച്ച് കൊടുക്കേണ്ട കേസുകളെ വരൂ. ഇനി നമുക്ക് ഇവിടുത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ വരക്കുമ്പോഴും അത് ഓട്ടോമാറ്റിക്കായി ട്രൈ ചെയ്യുന്നുണ്ട്. ആയില്ലെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരച്ച് കൊടുത്താൽ എന്തായി? നമ്മുടെ ഇമേജ് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ ലേശം ബെൻഡായിട്ടുണ്ട്. നമ്മൾ ആ ബെൻഡ് ഇതോടുകൂടി തീർക്കും. ഇവിടെ അങ്ങനെ ഓരോ സ്ട്രെയിറ്റ് ലൈനും നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ബെൻഡിന് കളയാനുള്ളത് ഇവിടെയും കളയാം. ഓക്കെ, ഇമേജ് ടോട്ടലി ബെൻഡാവും. പക്ഷെ നമ്മുടെ ഇമേജിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് ബെൻഡ് കുറഞ്ഞു തരും. അത് നമുക്ക് പൊടിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മുടെ ഇമേജ് ഫിറ്റായി. അതായത് ഇതിലേക്ക് മാറി എന്ന് തോന്നുന്നു. ഇത് പ്രിവ്യൂ ഓഫാക്കുക, ഓണാക്കുക ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി ഏതെങ്കിലും പ്രത്യേകിച്ച് ബെൻഡ് ഏരിയാസ് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കുറച്ചധികം ഏരിയാസ് തന്നെ കാണിച്ചു കൊടുക്കാം. ഫോട്ടോഷോപ്പ് അത്രയും ഡീറ്റെയിൽസ് വെച്ച് ബെൻഡ് കറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയിലുള്ള ഫോട്ടോഷോപ്പ് ബെൻഡ് കറക്റ്റ് ചെയ്ത ഒരു ഇമേജ് കിട്ടും. ഞാനതിനെ ഇനി ഓക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്കെന്ത് കാണാൻ പറ്റും? നമ്മുടെ ഇമേജിനെ ബെൻഡ് വളരെ അതിന് കഴിയാവുന്ന രീതിയിൽ ബെൻഡുകളെല്ലാം നിർത്തി തന്നിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കി വരുന്നത് പേഴ്സ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. പേഴ്സ്പെക്റ്റീവ് ഡിസ്റ്റോർഷനിൽ വീണ്ടും നമ്മൾ വൈഡ് ആംഗിൾ അഡാപ്റ്റീവിൽ പോവും. ഇവിടെ ഫിഷ് ഐ മാറ്റി പേഴ്സ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ആക്കും. പേഴ്സ്പെക്റ്റീവ് ഡിസ്റ്റോർഷനിൽ നമ്മൾ വീണ്ടും ലൈൻസ് വരച്ച് കൊടുക്കും.
ഓക്കെ ഓക്കെ തൽക്കാലം അത്ര മതി. നമ്മളുടെ കറക്റ്റായെന്ന് തൽക്കാലം നമ്മൾ അങ്ങോട്ട് വിചാരിക്കുക. ഓക്കെ അടിക്കുക. അപ്പോൾ ഇതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് ഇതാണ് എന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടെ വൃത്തിയിൽ ഡിസ്റ്റോർഷൻ മാറ്റി തന്നത്. പക്ഷേ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഏരിയാസ് വന്നിട്ടുണ്ട്. അതിന് ഒന്ന് നമുക്ക് കുറച്ച് ക്രോപ്പ് ചെയ്ത് കളയാൻ വേണമെങ്കിൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വേണമെങ്കിൽ കളയാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടൻറ് അവെയർ ചെയ്യാം. കണ്ടൻറ് അവെയർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ഷൻ നമ്മുടെ ആൽഫ കറക്റ്റായിട്ട് സെലക്ഷൻ കിട്ടും. ഇൻവേർട്ട് സെലക്ഷൻ നമുക്കിപ്പോൾ സെലക്ട് ചെയ്തത് ഇമേജിനെയാണ്. ഓപ്പോസിറ്റ് സെലക്ട് ചെയ്യാൻ Ctrl+Shift+I സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് കമോൺ നമ്മൾ സെലക്ഷൻ എടുത്തിട്ട് റൈറ്റ് ക്ലിക്കിൽ, ഞാൻ എപ്പോഴും മറക്കുന്നതാണ്, റൈറ്റ് ക്ലിക്കിൽ ഫില്ലിൽ കണ്ടൻറ് അവെയർ ഫില്ല്, വേറൊരു കണ്ടൻറ് അവെയർ ഉണ്ട്, നമ്മളത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തൽക്കാലം ഈ കണ്ടൻറ് അവെയർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. Ctrl+D. അപ്പോൾ അവിടെ കുറച്ച് ലൈൻസ് ബാക്കി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ഷൻ വളരെ അടുത്താണ്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. സെലക്ഷനിലെ മോഡിഫൈ എക്സ്പാൻഡ് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സ്പാൻഡ് ഒരു 50 പിക്സലൊന്നും വേണ്ട, നമുക്കൊരു പൊടിക്ക് 1 പിക്സലിൻ്റെ ധാരാളം. നമ്മൾ 5 പിക്സൽ വെച്ചിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഒന്നുള്ളോട്ടേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ വീണ്ടും കണ്ടൻറ് അവെയർ കൊടുക്കുന്നു. വീണ്ടും കണ്ടൻറ് അവെയർ കൊടുക്കുമ്പോൾ ആ ലൈന് അവിടെ നിന്ന് മിസ്സായി കറക്റ്റായിട്ട് കുറച്ച് ഇമേജ് വലുതാക്കി കിട്ടി. നമ്മൾ നേരത്തെ കണ്ട ഇമേജിനെ അത്രയും ബെൻഡ് ഇല്ലാത്ത രീതിയിലേക്ക് കുറച്ച് തന്നു. ഇതാണ് ഫിൽറ്ററിലെ അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ. അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ നമ്മുടെ വളഞ്ഞു കിടക്കുന്ന ലെൻസിൻ്റെ ഡിസ്റ്റോർഷൻസിനെല്ലാം, ഇത് ഇപ്പം ഞാൻ എടുത്ത ഇമേജ് ഒരുപാട് ഡിസ്റ്റോർട്ടഡ് ആണ്. ഇത്രയ്ക്ക് ഡിസ്റ്റോർട്ടഡ് അല്ലാത്തതിനെയൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ അത് സ്ട്രെയിറ്റൻ ചെയ്തു തരും. അപ്പോൾ ഇതും കഴിഞ്ഞ ക്ലാസ് പോലെ തന്നെ ചെറിയൊരു ക്ലാസ്സാണ്. അഡാപ്റ്റീവ് ഫിൽറ്ററിലെ അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ, അതാണ് നമ്മളിന്ന് പഠിച്ചത്. ലെൻസ് കറക്ഷൻ ആയിരുന്നു മുമ്പ് യൂസ് ചെയ്തിരുന്ന വേർഷൻ, അതിപ്പം അധികാരം യൂസ് ചെയ്യാറില്ല, ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നൊരു ഓപ്ഷൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ പോവും. അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ അഡാപ്റ്റീവ് വൈഡ് ആംഗിൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതുപോലെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. നമ്മൾ ക്ലിയർ ആവാത്തവർ ഡിസ്കോഡിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിന് കുറച്ചൊരു ടൈം ഞാൻ ബാലൻസ് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഭാഗം ക്ലിയർ ആവായികയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആവായികയുണ്ടെങ്കിൽ ഡിസ്കോഡിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.